ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ത് കണ്ടു? സ്റ്റേറ്റ്മെന്റ്, കൺക്ലൂഷൻ, അതുപോലെ തന്നെ അസംഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടല്ലേ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഇതുപോലത്തെ തന്നെ സിമിലർ ആയിട്ട് തോന്നുന്ന കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തൊരു ടോപ്പിക്കാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. കോസും എഫക്റ്റും നമുക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് നോക്കി പോവാം. കോസ്, എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ഗീവ്സ് റൈസ് ടു ആൻ ആക്ഷൻ, ഫിനോമിന ഓർ കണ്ടീഷൻ. എന്താണ്? ഒരാള് അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കാൻ ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചാൽ ഒരു ഇവന്റിനെയാണ് കോസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു ഇവന്റ്, ഒരു സംഭവം നടന്നു, ഒരു സംഭവം, എന്തെങ്കിലും നടക്കുന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. എ ചേഞ്ച് വിച്ച് ഈസ് എ റിസൾട്ട് ഓർ കോൺസിക്വൻസ് ഓഫ് ആൻ ഇവന്റ്, ഓഫ് ആൻ ആക്ഷൻ ഓർ അതർ കോസ്. ഒരു കോസ് അല്ലെങ്കിൽ എന്തോ ഒരു ആക്ഷൻ, എന്തോ ഒരു കാര്യം നടന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു സംഭവം നടന്നു, അതിനൊരു ബലം ഉണ്ടായി. എന്തോ ഒരു കാര്യം, ഒരു ആക്ഷൻ നടന്നു, അതിനൊരു ബലം ഉണ്ടായി, റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ബലം, എന്തോ റിസൾട്ട് കിട്ടി. ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ എക്സാമിന് തോറ്റു. കോസ് എന്താണ്? ഞാൻ പഠിക്കാത്തത് കോസ്, എക്സാമിന് തോറ്റത് റിസൾട്ട്. ഓക്കെ, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് നല്ല മാർക്ക് കിട്ടി. കോസ് എന്താണ്? ഞാൻ നന്നായിട്ട് പഠിച്ചതാണ് കോസ്, അതുകൊണ്ടാണ് എനിക്ക് നല്ല മാർക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആയ ടോപ്പിക്കാണ്. പക്ഷേ ഈ സാധനം കൺഫ്യൂസ് ആവാൻ കാരണം ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണത്. നമുക്ക് കോസ് ആൻഡ് എഫക്റ്റിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇഫ് വൺ ഡയറക്ട്ലി കോസസ് ദ അതർ, നമുക്ക് എന്തൊക്കെ ചോദ്യം ചോദിക്കും? ഈ വൺ ഡയറക്ട്ലി കോസസ് ദ അതർ. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കാരണം രണ്ടാമത്തെ ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കോസ് രണ്ടാമത്തെ എഫക്റ്റീവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കോസ് ഒന്നാമത്തെ എഫക്റ്റ് ആവുന്നുണ്ടോ, വൺ ഡയറക്ട്ലി മറ്റേതിനെ കോസ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ഒരു ചോദ്യം വരാം. പിന്നെ ഈ ബോത്ത് ആർ എഫക്ട്സ് ഓഫ് എ കോമൺ കോസ്. ഇത് രണ്ട് തന്നേക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടും വേറെ എന്തോ ഒരു കാരണം കൊണ്ട്, എന്തോ ഒരു സംഭവം ഉണ്ടായി, അത് കാരണം ഉണ്ടായ എഫക്റ്റ് ആണോ? ഓക്കെ, അങ്ങനെ ഇത് വരാം. ഒരു കാരണം ഇൻഡിപെൻഡന്റ് ആയ ഒരു കോസ്, അത് നമ്മളോട് പറഞ്ഞില്ല. രണ്ട് എഫക്റ്റ് മാത്രമായിട്ട് തരാം. അത് എഫക്റ്റ് രണ്ടെണ്ണമാണ് തന്നേക്കുന്നത് ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ കോസ് എഫക്റ്റ് ആണോ തന്നേക്കുന്നത് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ രണ്ട് എഫക്ട്സ് ആണോ തന്നേക്കുന്നത് ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ ഇഫ് ദേ ആർ അൺറിലേറ്റഡ്, ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല, എന്തോ രണ്ട് സെന്റൻസ് ഒന്നും, ഒന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒന്ന് റൈറ്റിലേക്ക് പോകുന്ന പോലെ ഒരു ബന്ധമില്ല, രണ്ട് സെന്റൻസ് ആണോ തന്നേക്കുന്നത്. അത് എന്താണ് സെന്റൻസുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഹെവി റെയിൻസ് ലാസ്റ്റ് ദ സിറ്റി ലാസ്റ്റ് നൈറ്റ്. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മെനി ഏരിയാസ് ഇൻ ദ സിറ്റി ആർ വാട്ടർ ലോഡ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഇന്നലെ രാത്രിയിൽ നല്ല മഴ പെയ്തു. ഓക്കെ, ഇന്നലെ രാത്രിയിൽ നല്ല മഴ പെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പല ഏരിയയിലും വെള്ളം കെട്ടിക്കിടക്കുന്നു. ഓക്കെ, പല ഏരിയയിലും വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒന്നാമത്തെ കോസാണ്, രണ്ടാമത്തെ എഫക്റ്റ്. ഇന്നലെ രാത്രി മഴ പെയ്ത കാരണം ആ മഴയത്ത് വെള്ളം ഉണ്ടായി, ആ വെള്ളം പലയിടത്തും കെട്ടിക്കിടക്കുന്നു. ആ മഴ കാരണം ഉണ്ടായ ഒരു എഫക്റ്റ് ആണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കോസ് എന്ത്? ഫസ്റ്റ് വൺ കോസ്, സെക്കൻഡ് വൺ എഫക്റ്റ്. നമുക്ക് നോക്കാം ഓപ്ഷൻസ് എങ്ങനെ വന്നേക്കുന്നത്. ഓപ്ഷൻ വന്നേക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ദ കോസ് ആൻഡ് 2 ഈസ് ദ എഫക്റ്റ്. അത് നമുക്ക് ഇതാണ് ട്രൂ, ഫസ്റ്റ് വൺ ആണ് ട്രൂ അല്ലേ? ഫസ്റ്റ് വൺ ആണ് ട്രൂ. ഇനി ബി എന്താ? 2 ഈസ് ദ കോസ് ആൻഡ് 1 ഈസ് എഫക്റ്റ്. അങ്ങനെ ആവുമോ? വെള്ളം കെട്ടിക്കിടന്ന കാരണം മഴ പെയ്യുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഇപ്പൊ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കെട്ടിക്കിടക്കും, ഒരു പൈപ്പ് പൊട്ടി കുറെ വെള്ളം കെട്ടിക്കിടക്കുമോ, അത് കാരണം മഴ പെയ്യുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. രണ്ടാമത്തെ കോസും ആദ്യത്തെ എഫക്റ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല. ബോത്ത് 1 and 2 ആർ ഇൻഡിപെൻഡന്റ് കോസസ്. അങ്ങനെയാണോ? മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കും, അത് ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. സാറേ അത് മഴ വേറെ എവിടെ ആയിരിക്കും പെയ്തത്, എന്താ ചിലപ്പോൾ ഇവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ടാണോ വെള്ളം കെട്ടിക്കിടന്നത്? അങ്ങനെ പലയിടത്തും ഒരേ സമയം പൈപ്പ് പൊട്ടി ഒരു സിറ്റിയുടെ പല ഏരിയയിൽ വെള്ളം പൈപ്പ് പൊട്ടി പലയിടത്ത് വാട്ടർ ലോഗ് ഒരുമിച്ചുണ്ടാവും. അത് ഭയങ്കര റെയർ ആണല്ലേ. അപ്പൊ അതിന്റെ ചാൻസ് കൂടുതൽ എന്താണ്? ആ മഴ പെയ്ത കാരണം. അതുകൊണ്ട് അത് രണ്ട് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഡിപ്പെൻഡന്റ് ആണ്. അത് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിക്കരുത്, ഉത്തരം തെറ്റും. ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് ആദ്യമേ തോന്നുന്ന സംഭവം ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ എഫക്ട്സ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് കോസ്. എപ്പോഴും എന്തോ നടന്നൊരു കോസിന്റെ എഫക്റ്റ് ആണോ മഴ പെയ്തതും വെള്ളം കെട്ടി കിടന്നതും? അല്ല, മഴ പെയ്തു, വെള്ളം കെട്ടി, അത്രേ ഉള്ളൂ. ഈ മഴ പെയ്യാൻ വേറൊരു കാരണം ഉണ്ടാവാം. മഴ പെയ്യാൻ സയന്റിഫിക്കലി പറയുന്നത് ക്ലൗഡ്സ് കൂട്ടിയിടിച്ച് അല്ലെങ്കിൽ ഇവാപറേഷൻ നടന്ന അങ്ങനെ പല കാരണം. പക്ഷെ നമ്മുടെ എന്താണ്? മഴ പെയ്തു, വെള്ളം കെട്ടിക്കിടന്നു. വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം മഴ പെയ്തതാണ്. ആ മഴ പെയ്യാൻ എന്താണ് കാരണം നമുക്കറിയേണ്ട കാര്യമില്ല. ഇത് രണ്ട് എന്താണ്? കോസും എഫക്റ്റീവാണ്. മഴ പെയ്തു, വെള്ളം കെട്ടിക്കിടന്നു. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നിങ്ങൾ ഒത്തിരി ഓവർ ചിന്തിച്ചു പോകാൻ ചാൻസ് ഉണ്ട്.
അതിൻ്റെ അകത്ത് നമുക്കൊരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. എന്താണ് പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് കൂട്ടി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നൂടെ എന്ന് ആലോചിച്ചിട്ട് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു 4 കാര്യങ്ങളാണ്. അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ലുക്ക് ഫോർ എ നാച്ചുറൽ കണക്ഷൻ. എന്താണ്? ആസ്ക് ഇഫ് വൺ ഇവന്റ് ലീഡ്സ് ടു ഓർ റിസൾട്ട്സ് ഇൻ ദ അതർ. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് മിക്കവാറും വരുന്നത്. അങ്ങനെയാണെങ്കിൽ പറയാം ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എഫക്റ്റ് ആയിട്ട് രണ്ടാമത്തെ ഉണ്ടാവും, അല്ലെ രണ്ടാമത്തേതാണ് കോസെങ്കിൽ അതിന്റെ എഫക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ഉണ്ടാവും. നാച്ചുറലി അങ്ങ് ഉണ്ടാവും. അത് കഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞുണ്ടാക്കിക്കരുത്. കോസ് എഫക്റ്റീവായിട്ട് ഇല്ലാണ്ടും ആക്കരുത്. ജസ്റ്റ് വായിക്കുമ്പോൾ നോക്കുക, ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. മഴ പെയ്ത് വെള്ളം കിട്ടിക്കിടന്നു, ഓക്കെ, അത് കണക്ഷൻ ഉണ്ട്, അതാണ്. ഇനി അടുത്ത എന്താണ്? അവോയ്ഡ് അസംഷൻ, സ്റ്റിക്ക് ഓൺലി ടു വാട്ട്സ് ക്ലിയർലി സ്റ്റേറ്റ്. ആ പറഞ്ഞ കാര്യത്തിൽ മാത്രം നിൽക്കുക. നമുക്കറിയാം വേറെ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ തരുന്ന സാധനത്തെ പറ്റി നമുക്ക് വൈഡായിട്ട് വായിച്ചൊരു നോളജ് ഉണ്ട്. നമ്മൾ ആ വൈഡ് നോളജ് ഒന്നും കൊണ്ടുവരും. പറഞ്ഞ 2 സെന്റൻസ് എടുക്കുക. ആ പറഞ്ഞ 2 സെന്റൻസും കറക്റ്റ് ആണ്. നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലാത്തൊരു കാര്യമായിട്ട് ആലോചിക്കുക. ആ 2 സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ആ 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോമൺ ആയിട്ട് വായിക്കും. കോമൺ സെൻസ് ഉപയോഗിച്ച് അതിന് കണക്ഷൻ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി വൈഡ് പുറത്തുള്ള ഏരിയസിലെ നോളജ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യം ഇല്ല, ചെയ്യരുത്. അതുപോലെ ചെക്ക് ഡയറക്ഷൻസ്. ഡസ് എ കോസ് ബി ഓർ ബി കോസ് എ. നമുക്ക് എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ളതെന്ന് പറയുക സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 1 കോസും ബി എഫക്റ്റീവായിട്ട് പെട്ടെന്ന് നമുക്ക് ടിക്ക് ചെയ്യാൻ തോന്നും. വായിക്കുമ്പോഴേ 1 കോസ് രണ്ടാമത്തെ എഫക്റ്റ്, പക്ഷെ ചില സമയം രണ്ടാമത്തേത് കോസും ആദ്യത്തെ എഫക്റ്റും ആകും. അതുകൊണ്ട് കറക്റ്റായിട്ട് വായിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം. എന്ത് കാരണം എന്തുണ്ടായി എന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി ടിക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ ടൈം ഓർഡർ മാറ്റേഴ്സ്. എ കോസ് ഹാപ്പൻസ് ബിഫോർ ഇറ്റ്സ് എഫക്ട്. അത് എപ്പോഴും അങ്ങനെയല്ലേ? എന്തോ ഒരു കാര്യം ഉണ്ടായാലല്ലേ അതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ, അല്ലേ? എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടായി, ഓക്കെ, എനിക്ക് ഈ എക്സാമിന് നല്ല മാർക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ ഇരുന്ന് പഠിച്ചേക്കാം, ഈ എക്സാമിന് തന്ന ടോപ്പിക്കുകളെല്ലാം ഞാൻ ഇരുന്ന് പഠിച്ചേക്കാം, അങ്ങനെ വെക്കുമോ? അല്ലെങ്കിൽ ഒരു മാവേൽ ഒരു മാങ്ങ നിൽക്കുന്നു, നമ്മളൊരു കല്ല് വെച്ച് എറിയുന്നു, മാങ്ങ വീഴുന്നു. കല്ല് വെച്ച് എറിഞ്ഞതാണ് കോസ്, മാങ്ങ വീണത് എഫക്റ്റ്. ഇനി നമ്മളിങ്ങനെ നോക്കി വയ്ക്കുമ്പോൾ ഒരു മാങ്ങ വീണ് താഴോട്ടാ മാവേന്ന് എന്ന് പറഞ്ഞാൽ എന്തായാലും മാങ്ങ വീണല്ലോ, ഒരു കല്ല് വെച്ച് എറിഞ്ഞേക്കാം, അങ്ങനെ നമ്മൾ വിചാരിക്കും? ഇല്ല, നമ്മൾ ആദ്യമേ ചെയ്യുന്നത് കോസ് ആദ്യമേ ചെയ്യും, അതിന്റെ എഫക്റ്റ് ആയിട്ട് രണ്ടാമതുണ്ടാവും. ഓക്കെ അല്ലേ? എപ്പോഴും ടൈം ഓർഡർ അങ്ങനെ പോകത്തുള്ളൂ. ആദ്യമേ കോസ് ഉണ്ടാവും, രണ്ടാമത് എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ അല്ലേ? എപ്പോഴും അങ്ങനെ പോകത്തുള്ളൂ. ഇനി നമുക്കൊരു 3 ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പെട്ടെന്ന് നോക്കിപ്പോവാം. എന്താന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ്, ഗവൺമെന്റ് റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഹോം ലോൺസ്. ദെയർ ഹാസ് ബീൻ എ സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ഹൗസിംഗ്. ഇതിൻ്റെ അത് കോസ് എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് പറയാം അല്ലേ? ചിലർക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് ഞാൻ പറയുന്നത്? ഫസ്റ്റ് 1 കോസും സെക്കൻഡ് 1 എഫക്റ്റുമായിട്ട് ഞാൻ എടുക്കുക. ഞാനൊരു വീട് വെക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീട് വെക്കണമെന്ന് ഭയങ്കര ആലോചനയിലായിരുന്നു. അപ്പോൾ എന്താണ്, ഗവൺമെന്റ് സ്കീം ഇറങ്ങി. ഇപ്പം ഞങ്ങൾ പലിശ കുറച്ചു, ഹോം ലോൺസിന്റെ പലിശ കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട് വെക്കാനുള്ള എല്ലാവരും എന്ത് സംഭവിക്കും? എന്തായാലും വീട് വെക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ പലിശ കുറഞ്ഞുണ്ട്, നമുക്ക് പെട്ടെന്ന് പോയി ലോൺ എടുത്തിട്ട് വീട് വെച്ചേക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പലിശ കുറച്ചപ്പോൾ ആൾക്കാർക്ക് അത്തരം പലിശ കുറവാണല്ലോ എന്ന് ഓർത്ത് ആ സ്കീമിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്തു. അങ്ങനെ സംഭവിച്ചൂടെ? അതാണ് കോസും എഫക്റ്റ്. ഗവൺമെന്റ് പലിശ കുറച്ചത് കോസ്, അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ പേര് മുന്നോട്ട് വന്നു, അത് എഫക്റ്റ്. നേരെ തിരിച്ചാകുമോ? ഇനി ആൾക്കാർ കൂടുതൽ പേര് വന്നുകൊണ്ടാണ് ഗവൺമെന്റ് പലിശ കുറച്ചത്, അങ്ങനൊരു ചിന്തയുണ്ടോ ചിലർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഡിമാൻഡ് കൂടിയാ, ഡിമാൻഡ് സപ്ലൈക്കകത്ത് നമുക്ക് ഡിമാൻഡ് കൂടിയാൽ നമുക്ക് വില കൂടുവോ അത് കുറയുമോ? നമുക്കിപ്പോൾ എന്താണ്, നമുക്ക് സ്വർണം വേണം. ഇപ്പൊ സ്വർണത്തിന് വില ഇങ്ങനെ കൂടാൻ കാരണമില്ല, അല്ലെങ്കിൽ എന്ത് പെട്രോളിന്റെ വില, ഡീസലിന്റെ വില. നമുക്ക് ദിവസവും വണ്ടിയുടെ എണ്ണം കൂടുന്നു, ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ആൾക്കാർ സ്വർണ്ണം ഉപയോഗിക്കുന്ന കൂടുന്നു. ഇതിനിപ്പോൾ ഒരു വിലയും നമ്മൾ നൽകുന്നില്ല. ആ സാധനത്തിന്റെ വില സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ട, ആർക്കും വേണ്ട, സ്വർണം വേണ്ട. സ്വാഭാവികമായിട്ട് സ്വർണത്തിന്റെ വില ഈ താഴെ കിടക്കുന്ന കല്ലിന്റെ വിലയോടെ പോവല്ലേ? അങ്ങനല്ലേ? ഡിമാൻഡ് കൂടുമ്പോൾ എപ്പോഴും പ്രൈസ് കൂടത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ സെന്റൻസ് കോസ് ആദ്യത്തെ എഫക്റ്റ് ആകത്തില്ല, ആദ്യത്തെ കോസ് രണ്ടാമത്തെ എഫക്റ്റ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഹെവി സ്നോഫാൾ ഡിസ്റപ്റ്റഡ് എയർ ആൻഡ് റോഡ് ട്രാഫിക് ഇൻ ദ റീജിയൻ. സ്റ്റേറ്റ്മെന്റ് 2 എന്താ? സ്കൂൾസ് ആൻഡ് ഓഫീസസ് റിമെയിൻ ക്ലോസ്ഡ് ഫോർ 2 days. ഒന്ന് ആലോചിച്ചോട്ടെ, അവിടെ മൊത്തം നല്ല റെയിൻഫാൾ, സ്നോഫാൾ ഉണ്ട്. സ്നോഫാൾ കാരണം എയർ ട്രാഫിക്കും അതുപോലെ തന്നെ റോഡ് ട്രാഫിക്കും എന്താണ് സ്തംഭിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും വലിയ മഞ്ഞ് വീഴ്ചയാണ് സ്കൂളിനും ഓഫീസിനും അവധി കൊടുക്കും അല്ലേ? അപ്പൊ ആദ്യത്തേത് കോസ്, രണ്ടാമത്തേത് എഫക്റ്റ് അല്ലേ? ആദ്യത്തേത് കോസ്, രണ്ടാമത്തേത് എഫക്റ്റ്. ഇനി നേരെ തിരിച്ചാവാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ 2 ദിവസം സ്കൂളും കോളേജും അടച്ചിട്ടേക്കുവാണ്. സ്കൂളും ഓഫീസസ് അല്ല എന്തിനോ വേണ്ടി 2 ദിവസം അടച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഇത് കൊടുക്കൂ?
എല്ലാ 2 ദിവസം അവധിയാവുന്നതുകൊണ്ട് നല്ല മഞ്ഞ് വീണൊക്കെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാന്ന് മഞ്ഞ് ഓർക്കുവോ? അങ്ങനെ ഓർക്കത്തില്ല. മഞ്ഞ് വീണു, റോഡ് ബ്ലോക്കായി, അതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചു. അങ്ങനല്ലേ? നമുക്കും അങ്ങനെയല്ലേ? മഴ നന്നായിട്ട് മഴ കൂടുന്നു, റോഡൊക്കെ ബ്ലോക്ക് ആവുന്നു, വെള്ളം പൊങ്ങുന്നു, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അവധി. ഇത് തന്നെ, മഞ്ഞ് വീണു, റോഡ് ബ്ലോക്കായി, നമുക്ക് അവധി വന്നു. ഓക്കെ അല്ലേ? മൂന്നാമത്തെ സെന്റൻസ് ഒന്ന് വൃത്തിക്ക് വായിച്ചേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റുഡൻസ് ആർ ഫെയിലിംഗ് ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ദ ഫൈനൽ എക്സാം. ഫൈനൽ എക്സാമിന് സ്റ്റുഡൻസ് വലിയ തോതിൽ തോക്കുന്നു. എന്തെങ്കിലും വലിയ തോതിൽ തോക്കുന്നതുകൊണ്ട് എന്താണ് അടുത്ത എന്താ റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ്? എന്താ? അടി കിട്ടും, അല്ലെങ്കിൽ സ്കൂള് പൊളിഞ്ഞു പോകും, അങ്ങനത്തെ ഒക്കെയാണ് റിസൾട്ട് ഉണ്ടാകുക. അല്ലെങ്കിൽ സ്കൂളിൽ പിള്ളേരെ ഒത്തിരി പേരെ വിഡ്രോ ചെയ്യും, അങ്ങനത്തെയാണ് എഫക്റ്റ് ഉണ്ടാകുക. സ്കൂള് ഇതൊരു കോഴ്സ് ആയിട്ട് എടുക്കുകയെന്ന് വെച്ചു, സ്വാഭാവികമായിട്ടും ഒരു സ്കൂളിൽ ഒത്തിരി പേര് തോറ്റു പോവുക, സ്വാഭാവികമായിട്ടും അതൊരു കോഴ്സ് ആക്കി നമുക്ക് വേണേൽ കോഴ്സ് ആക്കാം. അപ്പൊ എഫക്റ്റ് എന്താണ് ഉണ്ടാകും? ഒന്നെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിനെ പിരിച്ചുവിടും, അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് സ്കൂൾ അടച്ചു പോകും, ഇല്ല പേരൻസ് ബാക്കി പിള്ളേരെ എല്ലാം വിഡ്രോ ചെയ്യുക സ്കൂളിൽ നിന്ന്, അവിടെ അങ്ങോട്ടുള്ള വരുമാനം കുറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സ്കൂൾ അടച്ചു പോകുന്നതാണ് ടോട്ടലി വരുന്ന ഒരു എഫക്റ്റ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ടീച്ചേഴ്സ് ആർ നോട്ട് കംപ്ലീറ്റിംഗ് ദി സിലബസ് ഉണ്ടായി. സ്കൂൾ എന്തായാലും പിള്ളേർ തോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സിലബസ് അടുത്ത വർഷം ടീച്ചേഴ്സ് എന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, എന്തായാലും സിലബസ് എടുക്കുന്നില്ല, എന്തായാലും പിള്ളേർ തോക്കുക, അങ്ങനെ പറഞ്ഞിരിക്കുമോ? അങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്ക് നേരെ തിരിച്ചു നോക്കാം. ഇത് കോഴ്സും എഫക്റ്റീവായിട്ട് നോക്കാം. രണ്ടാമത്തേത് കോഴ്സും ആദ്യത്തെ എഫക്റ്റീവ് ആണോ നോക്കിക്കേ. ടീച്ചേഴ്സ് ഒന്നും എക്സാമിന്റെ സമയമാകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, പോർഷൻസ് പകുതി മുക്കാലും കംപ്ലീറ്റ് ആകാൻ കിടക്കും. അതുകൊണ്ട് പിള്ളേർക്ക് വല്ലതും അറിയാവും? പിള്ളേർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അത് പിള്ളേർ എക്സാം തോറ്റു, അങ്ങനല്ലേ? അപ്പോൾ രണ്ടാമത്തേത് കോഴ്സ്, ആദ്യത്തെ എഫക്റ്റ്. ആ ഓർഡർ എപ്പോഴും ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ ടീച്ചേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യത്തില്ലാത്തതുകൊണ്ട് പിള്ളേർ എക്സാമിന് തോറ്റു, അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 കോഴ്സും ഒന്നാമത്തെ എഫക്റ്റുമാണ്. ഇത് വളരെ എളുപ്പമായ ഒരു ടോപ്പിക്കാണ്, പക്ഷെ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയ ടോപ്പിക്കാണ്. നമുക്ക് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തലയിൽ കയറുന്ന ഒരു ടോപ്പിക്കല്ല. സ്റ്റേറ്റ്മെന്റ്, അസംഷൻ, കൺക്ലൂഷൻ ആണെങ്കിലും, കോസ് ആൻഡ് എഫക്റ്റ് ആണെങ്കിലും, ഇൻഫറൻസ് ആണെങ്കിലും, ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ് ആണെങ്കിലും, ഡേറ്റ സഫിഷ്യൻസി, ഇങ്ങനത്തെ ഈ ടോപ്പിക്കിന്റെ എല്ലാം പ്രശ്നം എന്താണ്? പെട്ടെന്ന് അങ്ങോട്ട് കത്തി തലയിൽ കയറത്തില്ല. നമ്മളത് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കണം. സോ നിങ്ങൾ എല്ലാവരും നല്ല ക്വസ്റ്റ്യൻസ് എടുത്ത് വെക്കുക, വർക്കൗട്ട് ചെയ്യുക, കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, എന്തായാലും ഈ പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് CGL, CHSL അതുപോലെ റെയിൽവേ എക്സാംസിന് ഇനിയും തൊട്ടുണ്ടാവും. ഓക്കെ, അത് ഉറപ്പായിട്ടുണ്ട്. ഇത്ര നാളും ബാങ്കിനുണ്ടായിരുന്നു, ബാങ്കിന് മിക്ക പാറ്റേണും എടുക്കുന്നുണ്ട്. അത്ര കട്ടിയില്ലെങ്കിലും പാറ്റേൺ എടുത്തിട്ട് നല്ല രീതിയിൽ കുഞ്ഞു ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, പക്ഷെ അത് നമ്മൾ പരിചയപ്പെടണം. സോ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ താങ്ക് യു.